बहुत गुनाह हो गया, ये वो मुसलमान नहीं है. ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും മതം എന്ന് പറയുന്നത് അത് ഭീകരവാദവും തീവ്രവാദവും തന്നെയാണ്. അതിന് ഇസ്ലാമുമായിട്ടോ ക്രൈസ്തവരുമായിട്ടോ ഹൈന്ദവരുമായിട്ടോ യാതൊരുവിധ ബന്ധങ്ങളുമില്ല. അത് നമ്മളതിനെ തുന്നിച്ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പോയിൻ്റ് പറയാൻ കാരണം കേരളത്തിൽ നിന്നുള്ള മലയാളികളുടെ, അതായത് നോർത്ത് ഇന്ത്യയിൽ പിന്നെ ടോട്ടലി അങ്ങനെ തന്നെയാണ് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ചില പ്രൊഫൈലുകളിൽ നിന്ന് വരുന്നിട്ടുള്ള തീവ്രമായിട്ടുള്ള ഫനാറ്റിക് മെസ്സേജുകൾ, മതഭ്രാന്ത് അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീമിസ്റ്റ് തോന്നിപ്പിക്കുന്ന, അലോസരപ്പെടുത്തുന്ന, വായിക്കുമ്പോൾ അറപ്പ് തോന്നിക്കുന്ന രൂപത്തിലുള്ള ലോജിക്കുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മെസ്സേജുകളും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഖേദം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രൊപ്പഗണ്ട പ്രൊഫൈലുകളിൽ നിന്നോ കാണുന്ന റിയാലിറ്റികളല്ല കശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2019 ഫെബ്രുവരി 14 പുൽവാമ അറ്റാക്ക് നടന്ന സമയത്ത് ഞാൻ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊരു വിദ്യാർത്ഥിയായിരുന്നു. ആ ഒരു സമയത്ത് NIA ക്യാമ്പസിൽ വരുന്ന സമയത്ത് അതുവരെ നല്ല രസകരമായിട്ടുണ്ടായിരുന്നൊരു ക്യാമ്പസ് പെട്ടെന്ന് മണിക്കൂറുകൾക്കകം ശാന്തമായി. സകല കശ്മീരി വിദ്യാർത്ഥികളെയും ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യലുകളായി. അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് അവിടുന്ന് NIA പിടിച്ചുകൊണ്ടുപോയി. നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരെ, അതായത് വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ കശ്മീരിൽ നിരപരാധികളായിട്ടുള്ള, ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരമ്മയാണ്. സ്വന്തം മകൻ്റെ വേർപാടിനെ ഓർത്ത് വാവിട്ടലറിക്കരയാണ്. കർണാടകയിലെ ഷിമോഗയിൽ നിന്നും കശ്മീരിലേക്ക് യാത്ര വന്ന മഞ്ജുനാഥ് കൊല്ലപ്പെട്ട മഞ്ജുനാഥിൻ്റെ ഭാര്യയെയും അവരെയും കൂട്ടിയിട്ട് നേരെ ബൈസരൻ വാലി, അതായത് മിനി സ്വിറ്റ്സർലൻഡിലേക്ക് കൊണ്ടുപോയത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ആണ്. മഞ്ജുനാഥ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മൊഴിയാണ്, എന്താ അറിയോ, ഹിന്ദു ആണോ മുസൽമാനാണോ എന്ന് ചോദിച്ച് വന്ന തീവ്രവാദികൾ അവരെ വെടിയുതിർത്തുന്ന സമയത്ത് ഇവരെ രക്ഷക്കെത്തിയത്, അവരുടെ തോക്കിന് മുന്നിൽ നിന്നത്, അവരോട് സ്വന്തം ആയുധധാരികളായിട്ടുള്ള ആളുകളോട് മറ്റൊരു ആയുധമോ കാര്യങ്ങളൊന്നും കയ്യിലില്ലാതെ ആദിൽ അവരോട് കൊതറി പറഞ്ഞു, ഒന്നും ചെയ്യല്ലേ. അവർക്കെതിരെ ശബ്ദിച്ചു. പക്ഷെ ആദിൽ മുസ്ലിം ആയതുകൊണ്ട് അവനെ വെറുതെ വിടുകയും, പക്ഷേ ആ മുസ്ലിമായ ആദിലാണ് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല. അവരുടെ തോക്കിന് മുന്നിൽ ആദിലും ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അപ്പോൾ ഒരിക്കലും ജനറലൈസ് ചെയ്തിട്ട് ഒരിക്കലും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ മതപരമായിട്ട് കൂട്ടിച്ചേർക്കരുത്. ഓ ഹിന്ദുസ്ഥാനി ഹമാരെ ഭായി ജോ വഹാं पे शहीद हुए, जो हम उनके लिए भी रो रहे हैं. हिंदुस्तान के किसी चैनल, इंटरनेशनल किसी चैनल ने आदिल का नाम नहीं लिया. इस बात का बड़ा दुख है, बहुत ज्यादा दुख है इस बात का. में आया है कि इसने उस बंदे को पकड़ा है कि निहत्तों पर गोली मत चलाओ, लेकिन उन्होंने फिर गन मोड़ी ऐसी की तरह इसको पहला फायर पीछे से मारा है. निहत्ते लोगों पे गोलियां नहीं चलानी चाहिए थी, नहीं होना चाहिए था ऐसा. बहुत ज्यादा दुख है, हम सबों को बहुत दुख है. हम पहलगाम की बात नहीं करेंगे. पूरे कश्मीर में हर घर में मातम है इस वक्त. हर एक बंदा रो रहा है. ये हमारी कश्मीरियत पे, हमारे कश्मीर ഒരു ഹിന്ദു മുസൽമാൻ ഫൈറ്റ് അല്ല. കശ്മീർ കാലങ്ങളായിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലെ. അതിന് മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മുതലെടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊരു മറ്റൊരു വശമാണ്. ഇതിൻ്റെ പേരിൽ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ റിയാലിറ്റികളെക്കുറിച്ച് അറിയാതെ വെറുതെ വാതോരാതെ കമൻറ്റുകളും, അതും ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്ന് വന്നിട്ട്, അത് ഹൈന്ദവനോ ക്രൈസ്തവനോ മുസൽമാനാണോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളാ ഇടുന്ന മെസ്സേജുകളുണ്ടല്ലോ, അതിൻ്റെ വൈകാരികത, അതിൻ്റെ ഭയാനകമായ വശം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മനസ്സിലാവും. കാരണം കശ്മീരിൽ ഇന്ന് അത്ര ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കർഫ്യൂ ആണ്, റെഡ് സോണുകളാണ്. 144 കൊറോണ സമയത്ത് നമ്മുടെ നാടുകളിൽ പ്രഖ്യാപിച്ച സമയത്ത് 1-2 ദിവസം നമ്മൾ കൊറോണ കാരണം വീട്ടിൽ, അതായത് 144 പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ നമ്മൾ വീട്ടിലിരുന്ന സമയത്ത് അത് എത്രത്തോളം ഇടങ്ങേറുള്ളതായിരുന്നു, എത്രത്തോളം ഭയാനകമായിരുന്നു. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ വീട്ടിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് എത്രത്തോളം ഖേദകരമായിരുന്നു ആ സിറ്റുവേഷൻ നമുക്കറിയാൻ പറ്റും. അതിൽ കൂടുതലുള്ള, അതിലേറെ എത്രയോ ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനാണ് കശ്മീരിൽ മുൻകാലങ്ങളുണ്ടായിരുന്നത്. ആ ഒരു സംഭവമാണ് കുറേ കാലമായിട്ട്, ഇന്നലെ വരെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല.
ശാന്തമായിട്ടുള്ള, ഇപ്പം നമ്മൾ കഴിഞ്ഞ 6 വർഷത്തോളം കാശ്മീരിൻ്റെ പലയിടങ്ങളിലും ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും ചില ടൂറിസ്റ്റ് വെൻഡേഴ്സ് അല്ലെങ്കിൽ ചില ലോക്കൽ ഏജൻറ്റുമാർ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ടോട്ടൽ കാശ്മീരിലെ ആളുകൾ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ആളുകളെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വീഡിയോയിൽ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്ന ഇങ്ങനെ കാര്യങ്ങൾ സൂക്ഷിക്കണം, ഇന്നതൊക്കെയാണെന്നുള്ളത്. അത് അവർ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ള രൂപത്തിൽ അവർ നിൽക്കും. നമ്മൾ ആ ആളുകളത്തേക്ക് പോകണ്ട. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് അതിപ്പോൾ നമ്മൾ കേരളത്തോട് ഭൂമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചില ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട്, അവർ തോന്നിയ സ്ഥലത്തേക്ക് അവർക്ക് പറയുന്ന പൈസയ്ക്ക് അവർ പോവുള്ളൂ. നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് എടുക്കാം. എന്നതുപോലെ തന്നെ കാശ്മീരിൽ കുതിര സഫാരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ആ ഒരു സമയത്ത് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ആ മോശപ്പെട്ട അനുഭവമുള്ള ആളുകളത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, വേറെ ആളുകളത്തേക്ക് പോകാൻ പറ്റും, ഓപ്ഷണൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുള്ള മോശപ്പെട്ട ആളുകളുടെ സ്വഭാവം വെച്ചിട്ട് ടോട്ടൽ കാശ്മീരിനെ നമ്മൾ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കാശ്മീരിലെ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കൂ, ഒരു റമദാനിലോ ഇനി അതല്ല മുസ്ലിങ്ങൾക്കാണെങ്കിൽ റമദാനിൽ അല്ലെങ്കിൽ അമർനാഥ് യാത്ര സമയത്ത് കാശ്മീരിൽ, അതായത് ഹൈന്ദവരുടെ ഏറ്റവും വലിയൊരു തീർത്ഥയാത്രയാണ് അമർനാഥ് യാത്ര. ഈ വരുന്ന ജൂലൈ 3 സംഭവിക്കാൻ പോവുകയാണ്. അതായത് കഴിഞ്ഞ അമർനാഥ് യാത്രയ്ക്ക് മുന്നേ ഇത്തരത്തിലുള്ള ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഒരു ഹിന്ദുക്കൾക്കെതിരെയുള്ള സംഭവങ്ങളായിട്ട് മാത്രം കാണാൻ പറ്റില്ല. കാരണം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് കാശ്മീരിലെ മുസ്ലിംസിന് മാത്രമല്ല അത് ബാധിക്കാൻ പോകുന്നത്, ഓൾ ഓവർ വേൾഡിലെ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള സാധനങ്ങൾ ബാധിക്കും. അപ്പോൾ ഒരിക്കലും കോമൺ സെൻസിലുള്ള ഒരാൾ ഇതിനെതിരെ തിരിയില്ല. വിശുദ്ധ ഖുർആനിലും ഒരാളെയും എതിർക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. गुनाह हो गया, बहुत गुनाह हो गया, बहुत गुनाह हो गया। ये हमने वो मुसलमान नहीं है, वो किसी भी मजहब का नहीं है, वो किसी का मजहब का नहीं है। ये उन्होंने बहुत कश्मीरियों का कत्ल किया, कश्मीर को कत्ल किया, हर पूरे इंडिया को कत्ल किया। उसको फांसी देना चाहे इधर इस कंधाघाट पर, इस कंधाघाट पर उसको फांसी दे दो। हम साथ हो गए, हम साथ हो गए, हम साथ हो गए, उसको इधर फांसी दे दो। उन्होंने हमारे बच्चों को मार दिया, उन्होंने हमारे, वो मेरी बेटी थी, वो मेरा भाई था, वो मेरा लड़का था, वो हर कोई मेरी बहन है, बेटी है। അമർനാഥ് യാത്ര സമയത്ത് നിങ്ങളൊന്ന് കാശ്മീരിലേക്ക് വന്ന് നോക്കൂ. അമർനാഥ് യാത്ര കഴിഞ്ഞ വർഷം നടക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന 40ഓളം പേര് നമ്മൾ കാശ്മീരിലെ സോനമർഗിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ മണിഗാം എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ കുടുങ്ങി. എൻ്റെ കൂടെ വന്ന ആളുകൾ അതിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു, മുസൽമാന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. 40ഓളം പേരെ വെച്ച് ഞങ്ങളവിടെ കുടുങ്ങി. ഒരാളും ഭക്ഷണം കിട്ടാതെ കുടുങ്ങിയിട്ടില്ല. ഞങ്ങൾ റൂമിലേക്ക് എത്താൻ ഞങ്ങൾ കുറച്ച് വൈകി. പക്ഷേ ആ സമയത്ത് അവിടെയുള്ള ആളുകൾ മുസ്ലിം ചെറുപ്പക്കാരാണ് ഞങ്ങളെ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മണിഗാമിൽ, അതായത് അമർനാഥ് യാത്രയ്ക്ക് വേണ്ടി വന്ന ആളുകൾക്കുള്ള ടെൻറ്റിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത്. ഞാൻ വെറുതെ പറയുന്നല്ല, ഞങ്ങളെ കൂടെ വന്ന ആളുകൾക്ക് അവർക്കറിയാൻ പറ്റും. അത് എൻ്റെ കൂടെ വന്ന 40ഓളം പേര് ഞങ്ങളവിടെ പോയിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ ടെൻറ്റ് ഒരുക്കി തന്നു. എൻ്റെ കൂടെ അന്ന് വന്നിട്ടുണ്ടായിരുന്നത് കൂടുതലും ആ മുസ്ലിങ്ങളായിരുന്നു. 2 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ കൂടെയും ഒന്ന് നമ്മുടെ വേറെ ഏജൻറ്റ് വഴിയുള്ള വേറെ ടീമുകളുണ്ടായിരുന്നു. അതിൽ ഒരു ഗ്രൂപ്പിൽ കംപ്ലീറ്റ് ആ മുസ്ലിങ്ങളായിരുന്നു. എല്ലാവർക്കും അവിടെ ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തു, ഒരാളും പട്ടിണി കിടന്നിട്ടില്ല. അന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഒരിക്കലും കാശ്മീരിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. നല്ലൊരുപാട് മനുഷ്യരുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് യാത്ര പോയി ഒരു ടൂറിസ്റ്റ് അല്ലാത്ത, അതായത് നമ്മൾ ഈ ഒരു കാറും അതുപോലെ തന്നെ കോട്ടും സൂട്ടും ഒന്നും ഇട്ടിട്ട് കാശ്മീരിലൊരു ടൂറിസ്റ്റ് രൂപത്തിലല്ലാതെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി, നിങ്ങൾക്കറിയാൻ പറ്റും കാശ്മീരിൽ നിങ്ങൾ പട്ടിണി കിടക്കില്ല. നിങ്ങൾക്ക് കിടപ്പറയില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് കിടന്നുറങ്ങേണ്ടി വരില്ല. അത്ര സ്നേഹത്തോടു കൂടി, അത് നമ്മൾ കേരളത്തിൽ നിന്നും കൂടെയൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അത്രയും മനോഹരമായിട്ട് നമ്മളെ സ്വീകരിക്കും. നമ്മുടെ വാക്കുകൾ മാത്രം നിങ്ങൾ എടുക്കണ്ട. ഇവിടെ വരുന്നിട്ട് നമ്മളെ കൂടെ വന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ 1-2 തവണ കാശ്മീരിൽ വന്നു പോകുന്ന ആളുകളാണ്. ആ സമയത്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനുഭവം കിട്ടുന്ന ആളുകളാണ്. നമ്മൾ കാശ്മീരിലെ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ലോക്കൽ കടക്കാരോ അല്ലെങ്കിൽ കുതിര സഫാരി ചെയ്യുന്ന ലോക്കൽ ഏജൻറ്റുമാർ, കൊല്ലപ്പെട്ട ആദിൽ പോലത്തെ ആളുകളല്ല ഞാൻ പറഞ്ഞത്, അവർ അത് ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവരെ വെച്ച് കാശുണ്ടാക്കുന്ന ഇടനിലക്കാരുണ്ട്.
അവരാണ് നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുക. കാരണം അവരുടെ ഇൻറ്റൻഷൻ പൈസ ഉണ്ടാക്കാമെന്ന് മാത്രമാണ്. ഇവരിതൊരു പാഷൻ്റെ പുറത്തും മറ്റൊരു ജോലി അറിയാത്തതിൻ്റെ കാരണം കൊണ്ട് ജോലി ചെയ്യുന്ന അത് മാൻഡേറ്ററി ചെയ്യുന്ന ആളുകളാണ്. കൊല്ലപ്പെട്ട ആദിലിനെ പോലത്തെ ആളുകൾ. ആദിൽ ഒരാളല്ല, അതൊരൊട്ടനേകം ആളുകളുടെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ കശ്മീരിന് ഒരിക്കലും നമുക്ക് മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാർത്താമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട മൂവികളിലോ പ്രൊപ്പഗണ്ട എഴുത്തുകളിലോ കാണുന്നത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കരുത്. ഇവിടെ വന്ന് കാണണം. നമ്മളിവിടുത്തെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മളെപ്പോലത്തെ ഒരുപാട് ആളുകളിവിടെ ഉണ്ട്. ഒരിക്കലും നാളിതുവരെ മുസ്ലിം എന്ന പേരിലോ ഹിന്ദു എന്ന പേരിലോ നമുക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, ഫനാറ്റിക്കുകൾ. അവരുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ നേരെ പോരെ. അത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വരുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ കൂടുതൽ ജമ്മു സൈഡുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് ഹിന്ദു എക്സ്ട്രീമിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ കശ്മീരികളിലുണ്ട്. നോർത്ത് ഇന്ത്യയിൽ വരുമ്പോഴല്ലേ കേരളത്തിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കമൻറ്റുകളിൽ ചില ആളുകളുടെയൊക്കെ കമൻറ്റുകൾ വായിച്ച് നോക്കിയാൽ കാണാൻ പറ്റില്ല നമുക്ക്. ഈ ആളുകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഭയാനകമായിട്ടുള്ള വശങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആളുകളാണ്. ഇവരൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അറിയോ? ഇവർ വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നത് ആർക്കറിയോ? सब कुछ फ्री है हमारी तरफ से, हम आपके लिए यहाँ पे बैठे हैं. ड्राइवर भाई को पता है यहाँ पे आप खाने के लिए भी आ सकते हो. सब कुछ फ्री है हमारी तरफ से, यहाँ पे वो टेंशन नहीं है. बाकी आराम से जाइए, आराम से बस्ता ऐसे खान ये चीज सॉरी फ्री है, सब फ्री है यहाँ पे. അവിടെ വന്ന ടൂറിസ്റ്റുകൾക്ക് അത് പേര് നോക്കിയിട്ടല്ല. നമ്മൾ പല സമയങ്ങളിലും കഴിഞ്ഞ 4 മാസം മുന്നേ ചില്ലൈ കലാൻ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കശ്മീരിലെ സോനമർഗിലെ മണിഗാവിൻ്റെ കുറച്ച് മുകളിൽ ഞങ്ങൾ കുടുങ്ങി. എൻ്റെ കൂടെ വന്ന 45ഓളം പേരുമായിട്ട് ഞങ്ങൾ കുടുങ്ങി. അവിടുന്ന് പോരാൻ യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ വന്ന ഒരാളുടെയും പേരോ ബയോഡാറ്റയോ അല്ലെങ്കിൽ പേൻ്റ് അയച്ച് നോക്കിയിട്ടോ ഞങ്ങളുടെ മതം നോക്കിയിട്ടല്ല ഞങ്ങൾക്ക് ഭക്ഷണം അവർ തന്നിട്ടുള്ളത്. അവിടെയുള്ള ഒരു വീട് ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള അത്ര ടൂറിസത്തിൻ്റെ അത്രയും പീക്കായിട്ടുള്ള ടൈമാണ്. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട്. ഒരു വീട് 6 or 7 ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് ഞങ്ങൾക്ക് തുറന്നു തന്നു. ഭക്ഷണങ്ങൾ അവർ കൊണ്ടുവന്നു. തിരിച്ചിറങ്ങിയ സമയത്ത് ഏകദേശം 1.5 ദിവസത്തോളം ഞങ്ങളവിടെ കുടുങ്ങി. 28-29 മണിക്കൂറോ ഞങ്ങളവിടെ കുടുങ്ങി. ആ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾ ഒരാളുടെയും പേരോ കാര്യങ്ങളോ നോക്കിയിട്ടല്ല. ഞങ്ങൾ 5 ചെയിനിട്ട വണ്ടികളിൽ ഏകദേശം 45ഓളം ആളുകൾ ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് മഞ്ഞ് വന്ന് മൂടി. ആ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം പോകുന്ന വണ്ടിയിലേക്ക് കാരക്കുകളും ബിസ്ക്കറ്റും വെള്ളവും ഭക്ഷണവും കാര്യങ്ങളും തന്നത് അവിടെയുള്ള കശ്മീരി ജനങ്ങളാണ്. लेकिन अब यहाँ हालात ठीक होने लगे. अब तो कश्मीरी भी कुछ बेचारा खाने लगा था, लेकिन पता नहीं किसकी नजर लग गई, किसने ये शैतानी हरकत की कि हमारे बच्चों को, हमारे बहनों को, हमारे माऊ को कत्लेआम कर दिया. ये उनका कत्लेआम नहीं है, ये हम कश्मीरी मुसलमानों का कत्लेआम है. കശ്മീരിൽ നല്ല ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് അവരെ മോശമാക്കാൻ പറ്റില്ല. കാരണം നമ്മളവിടെ ജീവിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും മതം അത് ഇസ്ലാമോ ഹിന്ദുയിസമോ ക്രിസ്ത്യാനിറ്റിയോ അല്ല, അത് ഭീകരവാദവും തീവ്രവാദവും തന്നെയാണ്.